വിമാനത്താവളം നിലനിർത്തുന്നതിനായി സ്വദേശത്തും വിദേശത്തുമുള്ള പ്രവാസി സംഘടനകളുമായി യോജിച്ച് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് കാലിക്കറ്റ് യൂസേഴ്സ് ഫോറം അറിയിച്ചു. ആകർഷകമായ പുനരധിവാസ പദ്ധതികളും പാക്കേജുകളും നടപ്പാക്കി സ്ഥലമെടുപ്പ് വേഗം പൂർത്തിയാക്കണമെന്നും ഫോറം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. റൺവേയുടെ പണി പൂർത്തിയായാൽ തന്നെ എയർപോർട്ട് വികസനത്തിനായുള്ള സ്ഥലമെടുപ്പ് ഇതുവരെ പൂർത്തിയാക്കാത്തതിനാൽ എമിറേറ്റ്, സൗദി എയർലൈൻസ് തുടങ്ങിയ വൻവിമാനങ്ങൾക്ക് കരിപ്പൂരിലിറങ്ങാൻ സാധിക്കാത്തതിനാൽ എത്രയും വേഗം പ്രദേശവാസികളെ കയ്യിലെടുക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ആകർഷകമായ പുനരധിവാസ പദ്ധതികളും പാക്കേജുകളും പ്രഖ്യാപിക്കണമെന്ന് കാലിക്കറ്റ് എയർപോർട്ട് യൂസേഴ്സ് ഫോറം ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ സ്വദേശത്തും വിദേശത്തുമുള്ള സമാനമനസ്കരായ പ്രവാസി സംഘടനയുമായി ചേർന്ന് ശക്തമായ പ്രക്ഷോഭത്തിന് യൂസേഴ്സ് ഫോറം തയ്യാറാകുമെന്നും ഇതിന്റെ ഭാഗമായി ഡിസംബർ ആദ്യവാരം തന്നെ ചെയർമാൻ അഹമ്മദ് പുളിക്കൽ, ജനറൽ കൺവീനർ TPFSL എന്നിവരുടെ നേതൃത്വത്തിൽ 8-അംഗ പ്രതിനിധി സംഘം നാട്ടിലെത്തി പ്രാദേശിക നേതാക്കളും ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയങ്ങൾ നടത്തി ബന്ധപ്പെട്ടവർക്ക് നിവേദനം സമർപ്പിക്കുമെന്ന് ഫോറം വ്യക്തമാക്കി. 2 ആഴ്ച മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി, കേരള മുഖ്യമന്ത്രി, സിവിൽ ഏവിയേഷൻ ഡയറക്ടർ, എയർപോർട്ട് അതോറിറ്റി റീജിയണൽ ഡയറക്ടർ എന്നിവർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. കൂടാതെ സൗദിയിൽ നിന്നെത്തുന്ന യാത്രക്കാരെ സഹായിക്കുന്നതിനായി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതായും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ഈ സേവനം ലഭ്യമായിരിക്കുമെന്നും ഫോറം വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ അഹമ്മദ് പുളിക്കൽ, TPFSL മുഹമ്മദ് നജാത്തി, സൈനുൽ ആബിദീൻ, ആലിക്കുട്ടി ഒളവട്ടൂർ, ജമാൽ വില്യാപ്പള്ളി, ഫിറോസ്, അബ്ദുൽ മജീദ് കൊടുവള്ളി, നജീബ് അറഞ്ഞിക്കൽ എന്നിവർ പങ്കെടുത്തു. PTE അലവി, ജീവൻ ന്യൂസ്, ദമാം.